ഇന്ന് ഞാൻ ഈ പ്രകൃതി രമണീയവും ആസ്വദിച്ച് പൊക്കോണ്ടിരിക്കുന്നത് 7-8 കൊല്ലം മുമ്പ് ഞാൻ പോയ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് വീണ്ടും പോകാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഫുഡാണ്. പണ്ട് ഞാനും ശ്രീകാന്തേട്ടൻ്റെ അച്ഛനും അമ്മ, ചിറ്റപ്പൻ, കുഞ്ഞമ്മ നമ്മളെല്ലാം കൂടി അധികം പ്ലാൻ ചെയ്യാതെ വേറൊരിടത്ത് പോകുന്ന വഴി ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു സീ ഫുഡ് ലവർ എന്ന നിലയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ശ്രീകാന്തിനോടും ആ ഒരു ഫുഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഘോരഘോരം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കും വരണമെന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയും അത്യാവശ്യം നല്ലൊരു സീ ഫുഡ് ലവറാണ്. എങ്കിൽ പിന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. യെസ്, നമ്മൾ ഇന്ന് പോകുന്നത് ഗരുഡാഗിരിക്കാണ്. അന്ന് വന്ന പോലല്ല, കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേയേറെ ഹട്ടുകൾ പുതിയതായിട്ട് വന്നു, ആളുകൾ നന്നായിട്ട് കൂടി. അന്ന് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും സംശയമായിരുന്നു. അതുപോലെ ആളുകളുണ്ടായിരുന്നു. ഏ ഇല്ല ഇല്ല ഇല്ല. നമ്മൾ ചെന്ന സമയത്ത് ഹട്ടൊന്നും ഫ്രീ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 5 മിനിറ്റ്സേ നിൽക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഹട്ട് ഫ്രീ ആയി. നമ്മൾ അവിടെ കയറിയിരുന്നു. ചീന് ഫുള്ള് കായലൊക്കെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ അവളെ കൂട്ടാതെ അതിനകത്ത് കാല് കഴുകാൻ ഇറങ്ങിയതാണോ, ഞാൻ അതിനകത്ത് ഇറങ്ങിയോ, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. പുതിയ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ എനിക്കും ചുനക്കര അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ അമ്മ നേരെ തിരിച്ചാണ്. ബ്രോസ്റ്റഡ് വാങ്ങിക്കൊടുത്ത സമയത്ത് പറഞ്ഞു എരിയും പുളിയില്ലാത്ത ചിക്കൻ. മന്തി വാങ്ങിക്കൊടുത്തപ്പം പറഞ്ഞു ഇതെന്താ പുഴുങ്ങിയെടുത്തേക്ക് വന്നു. സീ ഫുഡിനോട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചപ്പം എവിടെ, പോരാളി മൂഡ് പിന്നെ ഉണർന്നു. ഗോതമ്പ് ദോശ നല്ല മുളക് ചമ്മന്തി ഉള്ളി ശരിക്കും എന്താ ടേസ്റ്റാണെന്നറിയോ? എവിടെ, ഈ സമയത്ത് വീട്ടിലിരുന്ന് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തി കഴിച്ചാൽ പോരാണെന്നാണ് പോരാളിയുടെ പക്ഷം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. ആദ്യം താറാവ് കുട്ടനാടൻ കറിയും ബീഫ് റോസ്റ്റും പ്രോൺസ് റോസ്റ്റുമാണ് വന്നത്. ചോറിൻ്റെ കൂടെ അത്യാവശ്യം കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ നമ്മളൊരു കരിമീൻ വാങ്ങി. പിന്നെ പടിഞ്ഞാറിൻ്റെ സ്പെഷ്യൽ കപ്പയും കാച്ചിലും ചേമ്പും എല്ലാം കൂടി ഇട്ട മിക്സഡ് പുഴുക്കും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കക്ക റോസ്റ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ചോറിലും കക്കയിലുമായിരുന്നു. കക്ക എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് അവിടെ വെച്ചു. കാരണം എനിക്ക് ഒരുപാട് കറികൾ കൂട്ടി ചോറുണ്ണുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വെച്ചിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അങ്ങനെ 7-8 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് മോശമായിട്ടില്ല. ഫുഡിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓരോ സാധനങ്ങൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെ മേടിച്ച് ഒരെണ്ണം പോലും കൊള്ളില്ലായിരുന്നെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ചോറിനുള്ള ചെറിയ ചെറിയ കൂട്ടാനുകൾ പോലും. അടുത്ത വെക്കേഷന് വീണ്ടും വരണമെന്നുണ്ട്. 7 വർഷം മുമ്പും ഞാൻ ഇതുപോലെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ 7 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്നത്. ഈ ഒരു ഷാപ്പ് വരുന്നത് മാന്നാർ ചക്കുളത്തുകാവ് റോഡ് ഉണ്ടല്ലോ. ചക്കുളത്തുകാവ് റോഡിന് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് കുറച്ച് മുമ്പ് രാമങ്കരിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഷാപ്പ് വരുന്നത്.